வணக்கம். ரொம்ப முக்கியமான விஷயத்துக்கு தான் இந்த வீடியோ. இன்றைக்கி காலையில் நம்ம அரசு சார்பில் 5000 ரூபாய் உங்கள் അക്കൗണ്ടുക്ക് വന്നിരിക്കും. 2026 ഫെബ്രുവരി 13 രാവിലെ തമിഴ്നാട്ടിലെ 1,31,000 സ്ത്രീകൾ ഉറക്കമുണർന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5000 രൂപ ക്രെഡിറ്റ് ആയി എന്ന മെസ്സേജ് കണ്ടുകൊണ്ടാണ്. അതെവിടെ നിന്നാണ് വന്നത്? നമുക്കല്പം പുറകോട്ട് പോകാം. 2023 സെപ്റ്റംബർ 15, അതായത് ഏകദേശം 2.5 വർഷം മുൻപ് തമിഴ്നാട്ടിൽ ആരംഭിച്ച കലൈഞ്ചർ മകളിർ ഉറമൈ തിട്ടം എന്ന പദ്ധതി. വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ താഴെയുള്ള 5 ഏക്കറിൽ കൂടുതൽ ഡ്രൈ ലാൻഡോ 2.5 ഏക്കറിൽ കൂടുതൽ വെറ്റ് ലാൻഡോ ഇല്ലാത്ത, പ്രതിവർഷ വൈദ്യുതി ഉപഭോഗം 3600 യൂണിറ്റിൽ താഴെയുള്ള, സർക്കാർ ജീവനക്കാരിയോ ആദായ നികുതി, പ്രൊഫഷണൽ ടാക്സ് മുതലായവ അടയ്ക്കാത്തവരോ ആയ, സ്വന്തമായ 4 ചക്ര വാഹനങ്ങളില്ലാത്ത, വാർദ്ധക്യകാല പെൻഷൻ മുതലായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഇടപെടാത്ത, റേഷൻ കാർഡുള്ള, അതിൽ കുടുംബനാഥയെ രേഖപ്പെടുത്തിയിട്ടുള്ള 21 വയസ്സ് പൂർത്തിയായ യുവതികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഈ തുക ലഭിക്കുന്നത്. പ്രതിമാസം 1000 രൂപയായിരുന്നു തുക. എന്നാൽ ഇപ്പോൾ ലഭിച്ച തുക ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ 1000 രൂപ വീതം 3000 രൂപയും വേനൽക്കാല സ്പെഷ്യൽ പാക്കേജായി 2000 രൂപയും ഉൾപ്പെടെ 5000 രൂപ എന്ന നിലയ്ക്കാണ്. ഈ പദ്ധതിക്കുള്ള മാനദണ്ഡങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്കൊന്നും ഈ തുക കിട്ടാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് തെറ്റി. തമിഴ്നാട്ടിലെ ആകെ ജനസംഖ്യ 8.5 കോടിയാണ്. അതിൽ ആകെ ഏകദേശം 4.2 കോടി സ്ത്രീകളാണുള്ളത് എന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിൽ അർഹതയുടെ മാനദണ്ഡം 21 വയസ്സാണ് എന്ന് പറയുമ്പോൾ 21 വയസ്സിൽപ്പെട്ട സ്ത്രീകൾ ആകെ ജനസംഖ്യയുടെ 1/3 വരും എന്നാണ് കണക്ക്. അതായത് ഏകദേശം 60 മുതൽ 70% കുടുംബങ്ങളിലേക്ക് നേരിട്ട് ഈ തുക എത്തുന്നു. ഒരു സംസ്ഥാനത്തെ 70% കുടുംബങ്ങളിലേക്ക് ഇത്തരമൊരു ധനസഹായം ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് എത്തുമ്പോൾ അതിനെ ജനക്ഷേമ പ്രവർത്തനമായി കാണാൻ സാധിക്കില്ല. സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന കൈക്കൂലിയായി മാത്രമേ, അല്ലെങ്കിൽ കോഴയായി മാത്രമേ ഇതിനെ കാണാനാകൂ. മാത്രമല്ല, ഇത്തരമൊരു അധിക ചെലവ് സർക്കാരിനുണ്ടാക്കുന്ന സാമ്പത്തിക പ്രഹരം വളരെ വലുതാണ്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് കടക്കണിയെപ്പറ്റി സംസാരിക്കുന്നത് ഉചിതമല്ലാത്തതിനാൽ ഈ വീഡിയോയിൽ ഞാൻ അതേപ്പറ്റി പ്രതിപാദിക്കുന്നില്ല. സൗജന്യങ്ങളുടെ രാഷ്ട്രീയം ഒരു കാലത്തും സുസ്ഥിരമായ സൗഭാഗ്യങ്ങൾ സൃഷ്ടിച്ച ചരിത്രമില്ല. തമിഴ്നാട്ടിലെ ഈ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കാനും ഇത് ജനാധിപത്യം എന്ന വാക്കിന്റെ തന്നെ മൂല്യച്യുതിക്ക് വഴിവെക്കാനും, ഒപ്പം ചരിത്രത്തിൽ വെനേസ്വേല പോലെയുള്ള രാജ്യങ്ങൾ വരുത്തിയ സാമ്പത്തിക പിഴവുകൾക്ക് ഒരു ഇന്ത്യൻ ഉദാഹരണം സൃഷ്ടിക്കാനും മാത്രമേ ഉപകരിക്കൂ. സൗജന്യങ്ങളുടെ രാഷ്ട്രീയം ആപത്കരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.